നമ്മൾ പലപ്പോഴും കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഭയങ്കര മെച്യൂർഡ് ആണ്, അവൾ ഒരു മുതിർന്ന ആളെപ്പോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ വലിയ കാര്യമായി പറയാറുണ്ട്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ലോകത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റിയതുപോലെ പെരുമാറുന്ന കുട്ടികൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പാരന്റിഫിക്കേഷൻ അഥവാ കുട്ടികളിലെ അമിത പക്വതയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയാകുന്നത്? സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയും സ്വന്തം ഇഷ്ടപ്രകാരം പക്വതയുള്ളവരാകാൻ ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് അവരെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഉദാഹരണത്തിന്, വീട്ടിലെപ്പോഴും വഴക്കാണെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാൻ കുട്ടി ശ്രമിക്കുന്നു. അച്ഛന്റെയോ അമ്മയുടെയോ സങ്കടങ്ങൾ കേൾക്കുക, അവർ തമ്മിലുള്ള വഴക്ക് പരിഹരിക്കാൻ ശ്രമിക്കുക, മുതിർന്നവർക്ക് മാനസിക പിന്തുണ നൽകുക. വീട് വൃത്തിയാക്കുക, ഭക്ഷണം പാകം ചെയ്യുക, ഇളയ സഹോദരങ്ങളെ നോക്കുക തുടങ്ങിയ വീട്ടുജോലികൾ ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിലും അധികം ചെയ്യേണ്ടിവരുന്നത്. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ അവർ മാനസികമായി തളർന്നിരിക്കുകയോ ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കാൻ കുട്ടി സ്വന്തം വിഷമങ്ങൾ ഉള്ളിലൊതുക്കുന്നു. ചുരുക്കത്തിൽ, തന്റെ ചുറ്റുമുള്ള ലോകം തകർന്നുപോകാതിരിക്കാൻ ആ കുട്ടി ഒരു സൂപ്പർ ഹീറോ വേഷം കെട്ടുന്നതാണ് ഈ അമിതപക്വത. ഇതിന്റെ ഗൗരവകരമായ വശങ്ങൾ. ഇങ്ങനെ വളരുന്ന കുട്ടികൾ വലുതാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടാം? 1. സ്വത്വബോധം നഷ്ടപ്പെടുക. താൻ ആരാണെന്നവർക്ക് പലപ്പോഴും അറിയില്ല. മറ്റുള്ളവർക്കു വേണ്ടി ജീവിച്ചു സ്വന്തം ഇഷ്ടങ്ങൾ അവർ മറന്നുപോയിട്ടുണ്ടാകും. 2. വിശ്വാസക്കുറവ്. മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും താൻ തന്നെ ചെയ്യണം എന്ന വാശി ഇവർക്കുണ്ടാകും. 3. മാനസിക സമ്മർദ്ദം. ചെറുപ്പത്തിലെ അനുഭവിക്കുന്ന ഈ മാനസിക സമ്മർദ്ദം വലുതാകുമ്പോൾ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. 4. ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ. വിവാഹജീവിതത്തിലും ഇവർ പങ്കാളിയെ ഒരു കുട്ടിയെപ്പോലെ നോക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഇത് ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാക്കാം. നമുക്കെന്തു ചെയ്യാൻ പറ്റും? കുട്ടികൾ കുട്ടികളായി തന്നെ ഇരിക്കട്ടെ. അവർ തെറ്റുകൾ വരുത്തട്ടെ, കുസൃതി കാണിക്കട്ടെ. നീ ഇത്ര വലിയ കുട്ടിയായിട്ടും ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നതിനു പകരം അവർക്ക് ആവശ്യമായ സംരക്ഷണവും സ്നേഹവും നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മളാണ്, കുട്ടികളല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് നല്ലൊരു ബാല്യം അവർക്ക് ലഭിക്കുന്നത്. പാരന്റിഫിക്കേഷൻ എന്നത് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നല്ല കുട്ടി എന്ന ലേബലിൽ ആഘോഷിക്കപ്പെടുകയും എന്നാൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തെയും ഭാവി ജീവിതത്തെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒന്നാണ്.